മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിനെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. നിരവധി ആരോപണങ്ങളിൽ പെട്ട വ്യക്തിയായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ്. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ 5 വർഷക്കാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. ഇപ്പോൾ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, ഒരുപക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലീഗിൻ്റെ അടക്കം നേതാക്കൾ ഇന്നും PK കുഞ്ഞാലിക്കുട്ടി അടക്കം അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഏതായാലും അല്പം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, അല്പം മുമ്പാണ് എറണാകുളത്തെ ലേക്ചർ ആശുപത്രിയിലായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. നേരത്തെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നതിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി ഗുരുതരമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീടാണ് മരണം സ്ഥിരീകരിച്ചത്. ഏറെ നാളായി ലേക്ചർ ആശുപത്രിയിലെ ഡോക്ടർ VP ഗംഗാധരന്റെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മൾട്ടിപ്പിൾ മൈലോമ എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. നിർണായക, അതായത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാന നേതാവും ലീഗ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മുൻ മന്ത്രിയായിരുന്നു. ഏറെക്കാലം കൊച്ചിയിൽ നിന്നുള്ള ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എറണാകുളത്തെ ലേക്ചർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, ICUവിൽ ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പ്രധാന നേതാക്കളൊക്കെ രാവിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം രാവിലെ ആശുപത്രിയിലെത്തി ഇബ്രാഹിം കുഞ്ഞിനെ സന്ദർശിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തിയിരുന്നു. ഇപ്പോൾ ഒരു മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിൽ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയത് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു എന്നാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാന നേതാവ് കൂടിയാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള ഒരു പ്രധാന നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. സിജു, ഏതായാലും കളമശ്ശേരി മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻപ് PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച സമയത്തും അദ്ദേഹത്തിൻ്റെ വ്യവസായ മന്ത്രിയുടെ ചുമതല കുറച്ചുകാലം അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നതും ഒരുപക്ഷെ ഈ സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാകും. ഏതായാലും വളരെ ഗുരുതരമായ ആരോഗ്യം, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൾട്ടിപ്പിൾ മൈലോമ ബാധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഒരുപക്ഷെ പാണക്കാട് തറവാടുമായി അടക്കം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ, വൈസ് പ്രസിഡന്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴൊക്കെ കൃത്യമായ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ആരോപണത്തിൽപ്പെട്ട് രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് ആദ്യം ലീഗ് നേതൃത്വം അദ്ദേഹത്തിനാണ് ഒരു അവസരം ഒരുക്കി കൊടുത്തതും. പിന്നീട് കളമശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം കളമശ്ശേരിയെ പ്രതിനിധീകരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായി നിയമിതരാകുകയും ചുമതലയേൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ പോലും ഒരു ലീഗിനെ സംബന്ധിച്ച് സമുന്നതനായ ഒരു നേതാവാണ്, ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്. ഒരുപക്ഷെ ലീഗിൻ്റെ നിർണായകമായ പല തീരുമാനങ്ങളിലടക്കം UDFിൽ മന്ത്രിസഭയിലേക്ക് കയറുന്നതിലും UDFിൻ്റെ ചർച്ചകളിലടക്കം നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു നേതാവെന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരുപക്ഷെ ലീഗിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗം, അല്ലേ? സിജു, തീർച്ചയായും. അതായത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിന്റെ, പ്രത്യേകിച്ച് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് കുടുംബവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളോടൊക്കെ വളരെ അടുപ്പവും വ്യക്തിബന്ധവും ഒക്കെ പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയാണ്. മുൻനിര നേതാക്കളിൽ ഒരാളാണ് മുസ്ലിം ലീഗിന്റെ. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ നമുക്കറിയാം ഏറ്റവും മുൻനിരയിലുള്ള നേതാക്കൾ മലപ്പുറം, കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള നേതാക്കളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ കൊച്ചിയിൽ നിന്നൊരു നേതാവ് അത്രയും അവർക്കൊപ്പം ഒരു പരിഗണന ലഭിക്കുന്ന ഒരു ആദ്യ നേതാവ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ തങ്ങൾക്കൊപ്പം എല്ലാ ഘട്ടത്തിലും ഒരുപക്ഷെ പാർട്ടിക്കൊപ്പം ശക്തമായി ഉറച്ചു നിന്നൊരു നേതാവാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രതിസന്ധിയിലായിരുന്ന സമയത്തെല്ലാം അവർ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. അതോടൊപ്പം തന്നെയല്ല, വിശ്വസിച്ച് ആ വ്യവസായ മന്ത്രിയുടെ സ്ഥാനമൊക്കെ ഉൾപ്പെടെ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് കൂടി ആ പാർട്ടിയിൽ ഇബ്രാഹിം കുഞ്ഞിനുള്ള ഒരു സ്വാധീനം നമുക്കത് വ്യക്തമാണ്. അത്രയും ഒരു സ്വാധീനമുള്ള ഒരു നേതാവാണ് VK ഇബ്രാഹിം കുഞ്ഞ് എന്ന അദ്ദേഹം. എറണാകുളം ജില്ലയിലെ ഏലൂക്കാടാണ് ജനിച്ചത്. 1952 ജനനം.
ബി യു ഖാദർ, ഫാത്തിമ ബീവി എന്നിവരാണ് മാതാപിതാക്കൾ. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSF-ലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഒരു പ്രധാന നേതാവായി അദ്ദേഹം വളർന്നു. പ്രത്യേകിച്ച് ഈ കളമശ്ശേരി മണ്ഡലം അത് മുസ്ലിം ലീഗിനൊരു കുറെ അംഗങ്ങളൊക്കെ ഉള്ള, മുസ്ലിം ലീഗിന് സ്വാധീനം ഉള്ള ഒരു മേഖല കൂടിയാണ്. അവിടെ അദ്ദേഹം ഒരു പക്ഷേ ആ മുസ്ലിം ലീഗ് പിന്തുണയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നവർക്ക് മുന്നിൽ ഒരു പ്രധാന നേതാവ് അദ്ദേഹം വളരുകയായിരുന്നു. 2001 ആദ്യമായി മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തിയത്. പിന്നീട് 2011, 2016 വർഷങ്ങളിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. വ്യവസായ മന്ത്രിയായി 2004 മുതൽ 2006 വരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ PK നേരത്തെ സൂചിപ്പിച്ചതുപോലെ PK കുഞ്ഞാലിക്കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രിയെ അദ്ദേഹം ചുമതലയേൽക്കുന്നത്. പിന്നീട് 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായും എറണാകുളം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് കൊച്ചിയിലെ തന്നെ GCDയുടെ ചെയർമാൻ പദവി അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളി നേരിട്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന കാലത്ത് നിർമ്മാണം നടന്ന പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ പേരിലാണ്. മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മിച്ച പാലം അതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തെ തുടർന്ന് പിന്നീട് അല്ലെങ്കിൽ പരാതികളെ തുടർന്നൊക്കെ വിജിലൻസ് അന്വേഷണവും അദ്ദേഹം നേരിട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്നീട് ജാമ്യം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒരു 3 മക്കളാണ്. മകൻ VE അബ്ദുൽ ഗഫൂർ ലീഗിന്റെ തന്നെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ്. നേരത്തെ 2021 അദ്ദേഹം കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കൊച്ചിയിലെ മുസ്ലിം ലീഗിന്റെ ഒരുപക്ഷെ ഒരു പ്രധാന നേതാവ്, അനിഷേധ്യ നേതാവ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരും. കൊച്ചിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാക്കളിൽ കൊച്ചിയുടെ ഒരു മുഖം ആയിരുന്നു. അവർക്കൊപ്പം നിന്നിരുന്ന ഒരു പ്രധാന നേതാവ്. മുസ്ലിം ലീഗിന്റെ നേതൃനിരയിൽ ഒരുപക്ഷെ നിർണായകമായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന യോഗങ്ങളിലൊക്കെ പലപ്പോഴും ഇദ്ദേഹം പങ്കാളിയുമായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സിജു.